ചെയർമാൻ, മറ്റംഗങ്ങളെ. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ഒരു പ്രസ്യൂമറാണ്. ഞാൻ 2022 മാർച്ച് മാസം മുതൽ സോളാർ പ്ലാന്റ് സ്ഥാപിച്ച് വീട്ടിലേക്ക് വൈദ്യുതി നൽകുകയും സ്വയം ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ സോളാർ പ്ലാന്റ് സ്ഥാപിച്ചപ്പോൾ എൻ്റെ വൈദ്യുതി ബില്ല് ഫിക്സഡ് ചാർജും മീറ്റർ വാടകയും ചേർന്ന് ഏകദേശം 80 രൂപയോളം ആയിരുന്നു. തുടർന്ന് അതേ ഉപയോഗത്തിന് തന്നെ ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ഫിക്സഡ് ചാർജ് ഇരട്ടിയോളം ആവുകയും പിന്നീട് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ജനറേഷൻ ഡ്യൂട്ടി എന്ന പേരിൽ വീണ്ടും എൻ്റെ ഫിക്സഡ് ചാർജും മീറ്റർ റെന്റും കൂടി ആ തുക ഉയർന്നു പോവുകയും ചെയ്തതായി ശ്രദ്ധയിൽപ്പെട്ടു. ഈ സമയങ്ങളിലെല്ലാം എൻ്റെ എനർജി ചാർജ് 0 തന്നെ ആയിരുന്നു എന്നത് പ്രത്യേകം ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഈ എനർജി ചാർജ് ജനറേഷൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞ് മേടിച്ചത് എനിക്ക് തിരികെ ലഭിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി എന്നത് ഞാൻ വിസ്മരിക്കുന്നില്ല. ഇപ്പോൾ ഇതാ വീണ്ടും ഒരുപാട് കടുത്ത നിയന്ത്രണങ്ങൾ സോളാർ പ്രസ്യൂമേഴ്സിനെ മുന്നിൽ കരട് നയത്തിലൂടെ വെക്കുകയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. നിലവിൽ പ്ലാന്റ് സ്ഥാപിച്ചവർക്ക് നിയന്ത്രണങ്ങളിൽ ഇളവുണ്ട് എന്ന് കമ്മീഷൻ പറയുമ്പോഴും കരട് നിർദ്ദേശങ്ങൾ വായിച്ചപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ള പല നിയന്ത്രണങ്ങളിൽ ഒന്ന് മാത്രമാണ് നിലവിലുള്ള ആളുകൾക്ക് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സോളാർ പ്രസ്യൂമേഴ്സിന്റെ നിലവിലുള്ള ആനുവൽ ബാങ്കിംഗ് സൗകര്യം എടുത്തുകളയുക എന്നത് കേരളത്തെ പോലുള്ള ഒരു കാലാവസ്ഥാ വ്യതിയാനം നിലനിൽക്കുന്ന സംസ്ഥാനത്ത് തീർത്തും അപ്രായോഗികമാണ് എന്ന് കമ്മീഷനെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതുപോലെ TOD ബില്ലിംഗ് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചില സംസ്ഥാനങ്ങൾ 200 യൂണിറ്റോളം വൈദ്യുതി സൗജന്യമായി സർക്കാർ സബ്സിഡിയോടുകൂടി നൽകുമ്പോൾ കേരളത്തിൽ 250 യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്നവരെ TOD ബില്ലിംഗ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ഇവിടെ കണ്ടുവരുന്നത്. അതുപോലെ തന്നെ സോളാർ പ്രസ്യൂമേഴ്സിന്റെ TOD ടൈമിംഗ് മറ്റ് കസ്റ്റമേഴ്സിനുള്ള സമയക്രമത്തിൽ നിന്നും വ്യത്യസ്തമായി പുനർനിർവചനം ചെയ്യുന്നതും നിലവിലുള്ള പ്രസ്യൂമേഴ്സിനെ സാരമായി ബാധിക്കാൻ ഇടയുണ്ട്. കൂടാതെ പീക്ക് സമയത്ത് എനർജി യൂസേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള നോർമലൈസേഷൻ ഫാക്ടർ മറ്റ് കസ്റ്റമേഴ്സിൽ നിന്നും വ്യത്യസ്തമായി കൂടിയ തോതിൽ സോളാർ പ്രസ്യൂമേഴ്സിൽ നിന്നും ഈടാക്കാനുള്ള നിർദ്ദേശവും ശ്രദ്ധിക്കുകയുണ്ടായി. ഇത്തരത്തിൽ നിലവിലുള്ള കസ്റ്റമേഴ്സിനെ നെറ്റ് മീറ്ററിംഗ് ഉണ്ട് എന്ന് പറയുമ്പോഴും ഒത്തിരി ഭാരങ്ങൾ അവരുടെ ചുമലിൽ വരും എന്ന വസ്തുത ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഓഫ് പീക്ക് സമയത്ത് പോലും നോർമലൈസേഷൻ ഫാക്ടർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് വളരെ നിരാശാജനകമാണ്. അതോടൊപ്പം എനിക്ക് റെഗുലേറ്ററി കമ്മീഷന് മുമ്പിലുള്ള ചില നിർദ്ദേശങ്ങൾ കൂടി ഞാൻ ഇവിടെ പറയുന്നു. 1. സോളാർ പ്രസ്യൂമേഴ്സിന്റെ വാർഷിക എനർജി ബാങ്കിംഗ് സംവിധാനം പ്ലാന്റ് സ്ഥാപിച്ച ആദ്യത്തെ 10 വർഷത്തേക്ക് അതേപടി നിലനിർത്തുക. 2. ഗാർഹിക ഉപഭോക്താക്കൾക്ക് പ്ലാന്റ് സ്ഥാപിച്ച് ആദ്യത്തെ 10 വർഷം പ്രതിമാസം 500 യൂണിറ്റ് വരെ നോർമൽ പീക്ക് ഓഫ് പീക്ക് നിയന്ത്രണങ്ങളൊന്നുമില്ലാതെ 1:1 എന്ന അനുപാതത്തിൽ തന്നെ ബാങ്ക്ഡ് എനർജി ഉപയോഗിക്കുവാൻ ഉതകുന്ന രീതിയിൽ നിയമങ്ങൾ ചിട്ടപ്പെടുത്തുക. 3. 1 മെഗാവാട്ടിൽ നിന്നും 3 കിലോവാട്ട് ആക്കി നെറ്റ് മീറ്ററിംഗ് ഭാവിയിൽ ചുരുക്കുന്നത് പുനരാലോചിക്കുക. ഘട്ടം ഘട്ടമായി അടുത്ത 10 വർഷം കൊണ്ട് 1 മെഗാവാട്ടിൽ നിന്നും 100 കിലോവാട്ടിലേക്ക് എത്തിച്ചാൽ മതിയാകും എന്നതാണ് എന്റെ നിർദ്ദേശം. 4. വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് കൊമേഴ്ഷ്യലായി വിപണനം നടത്തുന്നവർക്ക് മാത്രമായി ഗ്രിഡ് സപ്പോർട്ട് ചാർജ് പോലുള്ള ചാർജുകൾ പരിമിതപ്പെടുത്തണം എന്നും ഞാൻ റെഗുലേറ്ററി കമ്മീഷന്റെ മുന്നിൽ വെക്കുന്ന ഒരു നിർദ്ദേശമാണ്. അതുപോലെ തന്നെ 3 കിലോവാട്ടിന് മുകളിൽ 3 ഫേസ് ഇൻവെർട്ടറുകൾ വേണം എന്ന നിർദ്ദേശവും 5 കിലോവാട്ട് വരെയെങ്കിലും പരിഗണിക്കണം എന്ന് റെഗുലേറ്ററി കമ്മീഷന്റെ മുമ്പിൽ വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. റെഗുലേറ്ററി കമ്മീഷനിൽ നിന്നും അനുഭാവപൂർവമായ ഒരു നടപടി ഉണ്ടാകും എന്ന പ്രത്യാശയോടെ ഇത്രയും നേരം എന്നെ ശ്രവിച്ച റെഗുലേറ്ററി കമ്മീഷനും മറ്റുള്ളവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു.